ഗാലയിൽ ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ 60-ാം ഓവർ. നിരോഷൻ ഡിക്വെല്ല പ്രസീദ് കൃഷ്ണയുടെ പന്തിൽ പുറത്തായി മടങ്ങുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ യശസ്വി ജയ്സ്വാളിനെ അഭിനന്ദിക്കുന്നത് കാണാമായിരുന്നു. വിക്കറ്റ് പ്രസീദ് കൃഷ്ണക്കാണ്, ക്യാച്ച് എടുത്തത് ഋഷഭ് പന്താണ്. പിന്നെ എന്തിനാണ് എല്ലാവരും ജയ്സ്വാളിനെ അഭിനന്ദിക്കുന്നത്? വിക്കറ്റ് വീഴുന്നതിന് തൊട്ടു മുമ്പ് ജയ്സ്വാൾ ഡിക്വെല്ലയെ നിരന്തരം സ്ലഗ് ചെയ്യുന്നത് കണ്ടു. ഏറെ രസകരമായിരുന്നു ആ സംഭാഷണം. ആദ്യ ഇന്നിംഗ്സിൽ കുറെ മികച്ച ഷോട്ടുകൾ കണ്ടല്ലോ, അതുപോലെ തകർത്തടിക്കുക എന്നായിരുന്നു യശസ്വിയുടെ ആദ്യ കമന്റ്. ഡിക്വെല്ല ഓക്കെ എന്ന് മാത്രം മറുപടി നൽകുന്നു. എന്നാൽ ജയ്സ്വാൾ വിട്ടുകൊടുത്തില്ല. ഗാലയിലെ ഒരു ഗാലറി സ്റ്റാൻഡ് കാണിച്ചു കൊടുത്ത ശേഷം പ്രസീദിനെ അങ്ങോട്ട് പായിക്ക് എന്നായി ജയ്സ്വാൾ. താൻ ജയ്സ്വാൾ അല്ല എന്നായി ഡിക്വെല്ല. അങ്ങനെ ഒരു ഷോട്ട് പായിച്ചാൽ തനിക്ക് IPL അവസരം വാങ്ങിത്തരുമോ എന്ന് തമാശ കണ്ടെത്തി ചോദിക്കുന്നുണ്ട് ശ്രീലങ്കൻ താരം. ഉടൻ ജയ്സ്വാളിന്റെ മറുപടി 100% ഉറപ്പ്. പ്രസീദിനെ സിക്സർ വായിച്ചാൽ സംഘക്കാരോട് പറഞ്ഞ് അവസരം വാങ്ങിത്തരാമെന്നായി ജയ്സ്വാൾ. ഡിക്വെല്ല നന്ദി പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിച്ചു. ആ ഓവറിൽ തന്നെ പ്രസീദ് കൃഷ്ണ എറിഞ്ഞൊരു ഷോർട്ട് ബോളിൽ എഡ്ജായി നിരോഷൻ വിക്കറ്റ് നൽകി മടങ്ങി. ആദ്യ ഇന്നിംഗ്സിൽ 80 റൺസ് കുറിച്ച ഡിക്വെല്ലയുടെ വിക്കറ്റ് ഏറെ നിർണായകമായിരുന്നു ഇന്ത്യക്ക്. 17 പന്തിൽ 10 റൺസുമായിട്ടായിരുന്നു ലങ്കൻ വിക്കറ്റ് കീപ്പറുടെ മടക്കം. പിന്നീട് വെറും 206 റൺസിന് ലങ്ക കൂടാരം കയറി. ഇന്ത്യ 165 റൺസിന്റെ വിജയം കുറിക്കുന്നു. 2 ഇന്നിംഗ്സുകളിലുമായി 10 വിക്കറ്റുകൾ വീഴ്ത്തിയ മാനവ് സുന്ദർ. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി കുറിച്ച ദേവദത്ത് പടിക്കൽ. 2ാം ഇന്നിംഗ്സിൽ സകലരും വീണുപോയപ്പോൾ തകർത്തടിച്ച ഋഷഭ് പന്ത്. ഗാലയിൽ ഇന്ത്യയുടെ വിജയശില്പികൾ പലരായിരുന്നു. മഴമേഘങ്ങൾ മൂടിക്കെട്ടി ഗാലയുടെ ആകാശം. കളി ഉപേക്ഷിക്കേണ്ടി വന്നാൽ മത്സരം സമനിലയിൽ അവസാനിക്കും. ശ്രീലങ്കയ്ക്കും വേണ്ടിയിരുന്നത് അതായിരുന്നു. അവസാന ദിവസം ഇന്ത്യക്ക് ശ്രീലങ്കയുടെ ശേഷിക്കുന്ന 6 വിക്കറ്റുകൾ വീഴ്ത്തണം. ശ്രീലങ്കയ്ക്ക് അവസാന ഇന്നിംഗ്സിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 372 റൺസ്. അവരെ സംബന്ധിച്ച് അതൊരു ബാലികേറ മലയാണ്. മണദ്വീപുകളോട് പ്രാർത്ഥിച്ചു കാണും അപ്പോൾ ലങ്കൻ ആരാധകർ. കാലാവസ്ഥാ പ്രവചനങ്ങൾ പലതും മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണിപ്പോൾ. ഒരു സമനില പോലും അവരുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു. മാനവ് സുന്ദർ. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് അധികം ആരും അങ്ങനെ കേൾക്കാത്ത പേരുകളിൽ ഒന്നാണത്. മത്സരം പതുക്കെ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുമോ എന്ന ആശങ്ക ഉയർന്നൊരു ഘട്ടം. മാനവ് സുന്ദർ രക്ഷകവേഷം എടുത്തണിയുന്നു. 2ാം ഇന്നിംഗ്സിൽ 55 റൺസ് വഴങ്ങി സുന്ദർ വീഴ്ത്തിയത് 6 വിക്കറ്റുകളാണ്. അതിൽ 4 വിക്കറ്റുകളും വീണത് അയാൾ എറിഞ്ഞ അവസാന 10 പന്തുകളിലാണ് എന്നോർക്കണം. അവസാന വിക്കറ്റ് വീണ് ഏതാനും മിനിറ്റുകൾ പിന്നിടുന്നേ ഉള്ളൂ. ഗാലയിൽ കോരിച്ചൊരിക്കുന്ന മഴ. അതെങ്ങാനും അല്പനേരം മുമ്പ് പെയ്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് ചിലപ്പോൾ വിജയം പോലും നിഷേധിക്കപ്പെടുമായിരുന്നു. അതിനാൽ തന്നെ സുന്ദർ എറിഞ്ഞ ആ 2 ഓവറുകൾ ഏറെ നിർണായകമായിരുന്നു ഇന്ത്യൻ വിജയത്തിൽ. അവസാന ദിനം വിജയമുറപ്പിച്ചെത്തിയ ഇന്ത്യക്ക് മുന്നിൽ ശ്രീലങ്കൻ നായകൻ ധനഞ്ജയ ഡിസിൽവയും യുവ ഓൾറൗണ്ടർ സോണൽ ദിനുസയും ചേർന്ന് നടത്തിയ അതിശക്തമായ പ്രതിരോധം. ധനഞ്ജയ ഇന്ത്യൻ സ്പിന്നർമാരെ വല്ലാതെ പരീക്ഷിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഇന്ത്യൻ ജയത്തിന് മുന്നിൽ തടകണ പണിയുമെന്ന് സകലരും കരുതിയതാണ്. അതേസമയം മറുവശത്ത് ദിനുഷ സ്പിന്നർമാർക്കെതിരെ കൂടുതൽ ആക്രമണാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് സ്വീപ് ഷോട്ടുകൾ അതീവ ആത്മവിശ്വാസത്തോടെ കളിച്ച ദിനുഷ പന്തിനെ തുടരെ ബൗണ്ടറിയിലേക്ക് പായിച്ച് ഇന്ത്യൻ ബൗളർമാരുടെ താളം തെറ്റിച്ചു. അവിടെ ഗൗതം ഗംഭീർ നടത്തിയ ഒരു ഇടപെടലാണ് കളി ഇന്ത്യയുടെ കയ്യിൽ തിരികെ കൊണ്ടുവന്നത്. ഗംഭീർ ശ്രീലങ്കൻ നായകനെ പുറത്താക്കാനുള്ള ദൗത്യം ജഡേജയെ ഏൽപ്പിക്കുന്നു. ജഡേജ ആ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കുന്നു. ധനഞ്ജയ ദിനുഷ കൂട്ടുകെട്ട് പൊളിയുന്നു. ഒടുക്കം മാനവ് സുന്ദർ കളി തിരികെ പിടിക്കുന്നു. 2 ഇന്നിംഗ്സുകളിലുമായി 10 വിക്കറ്റുകളാണ് സുന്ദർ വീഴ്ത്തിയത്. ജഡേജ 2 ഇന്നിംഗ്സുകളിലുമായി 4 വിക്കറ്റുകൾ പോക്കറ്റിലാകുന്നു. ഈ പരമ്പര ആരംഭിക്കും മുമ്പ് ഇന്ത്യക്കെതിരെ ഉയർന്നിരുന്ന വലിയ വിമർശനങ്ങളിൽ ഒന്ന് സ്പിന്നിനെ നേരിടാൻ ഇന്ത്യൻ ബാറ്റർമാർ വല്ലാതെ പണിപ്പെടുന്നുവെന്നായിരുന്നു. സ്വന്തം മണ്ണിൽ 2 വൈറ്റ് വാഷികൾ ഇന്ത്യ വഴങ്ങുമ്പോൾ ഈ പ്രതിസന്ധി ടീമിൽ നിഴലിച്ചു കിടന്നു. സ്പിന്നിനെ അകമണിഞ്ഞു പിന്തുണക്കുന്ന ശ്രീലങ്കൻ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റർമാർ വലിയ പരീക്ഷണങ്ങൾ നേരിടുമെന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കൻ സ്പിന്നർമാരെ കരുതലോടെ നേരിട്ട ഇന്ത്യൻ ബാറ്റർമാർ ആ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയ ദേവദത്ത് പടിക്കൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോൾ വഹിച്ചു. പരിക്കേറ്റ സായ് സുദർശന് പകരം ടീമിലെത്തിയ പടിക്കൽ 3ാമനായി ഇറങ്ങി കുറിച്ചത് 167 റൺസാണ്. നമ്പർ 3 റോളിൽ സമീപകാലത്ത് പല പരീക്ഷണങ്ങളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ്, ചേതേശ്വർ പൂജാര തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ മഹാരഥന്മാർ പലരും ഇതിഹാസങ്ങൾ രചിച്ച സ്ലോട്ടാണത്. സായ് സുദർശനാണ് നിലവിൽ ആ റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പടിക്കലിന്റെ എൻട്രിയോടെ 3ാം നമ്പറിന് ഒരു പുതിയ അവകാശം കൂടിയായി. ഏറെക്കാലത്തിന് ശേഷമാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് പടിക്കലിന്റെ കംബാക്ക്. തിരിച്ചുവരവിലെ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ ഇന്ത്യൻ വിജയത്തിൽ നിർണായക സാന്നിധ്യമാകുന്നു. മാനവ് സുന്ദർ 10 വിക്കറ്റ് പോക്കറ്റിലാക്കിയിട്ടും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം തേടിയെത്തിയത് പടിക്കലിനെയാണ്. സന്നാഹ മത്സരത്തിൽ സെഞ്ചുറി കുറിച്ച പടിക്കൽ ആദ്യ മത്സരത്തിലും അത് ആവർത്തിക്കുന്നു.
രണ്ടാം ഇന്നിംഗ്സിൽ സകലരും വീണുപോയപ്പോൾ ഋഷഭ് പന്താണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ വലിയ ദുരന്തത്തിൽ നിന്ന് കാത്തത്. 69 പന്തിൽ 66 റൺസാണ് പന്ത് ആ ഇന്നിംഗ്സിൽ അടിച്ചെടുത്തത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 സിക്സറുകൾ പൂർത്തിയാക്കുന്ന താരമെന്ന നേട്ടം പന്ത് കുറിക്കുന്നു. ടെസ്റ്റിൽ 100 സിക്സുകൾ എന്ന നേട്ടത്തിൽ തൊടുന്ന 4ാമത്തെ മാത്രം ബാറ്ററാണ് പന്ത്. ഇതിനു മുമ്പ് ഈ നേട്ടത്തിലെത്തിയത് ആദം ഗിൽക്രിസ്റ്റ്, ബ്രണ്ടൻ മക്കല്ലം, ബെൻ സ്റ്റോക്സ് എന്നിവരാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും അധികം സിക്സറുകൾ എന്ന റെക്കോർഡ് ഇപ്പോഴും ബെൻ സ്റ്റോക്സിന്റെ പേരിലാണ്. 138 സിക്സറുകൾ. പന്ത് ഈ റെക്കോർഡ് അനധിവിദൂര ഭാവിയിൽ തന്നെ മറികടക്കും. ആദ്യ ഇന്നിംഗ്സിൽ 2ാം ദിവസവും 3ാം ദിവസവും മുഹമ്മദ് സിറാജിന്റെ സ്പെല്ലുകൾ ശ്രീലങ്കയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. 9 ഓവറിൽ 3 മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ സിറാജ് ശ്രീലങ്കൻ ഓപ്പണർ നിഷാൻ മതിഷ്ടിയെ 0-ന് പുറത്താക്കി. 2ാം ഇന്നിംഗ്സിൽ 9 ഓവർ എറിഞ്ഞ സിറാജ് 15 റൺസാണ് ആകെ വിട്ടു നൽകിയത്. 2 മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ താരം ഒരു വിക്കറ്റും പോക്കറ്റിലാക്കി. ജയത്തോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള അവസാന പ്രതീക്ഷകൾ നിലനിർത്തി. പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. 53.33 ഇന്ത്യയുടെ പോയിന്റ് പെർസെൻറ്റേജ്. ശ്രീലങ്കൻ സീരീസിന് ശേഷം 2 പരമ്പരകളാണ് ഇന്ത്യക്ക് അവശേഷിക്കുന്നത്. കിവീസിനെതിരെ അവരുടെ മണ്ണിലും ഓസീസിനെതിരെ സ്വന്തം മണ്ണിലും. അവശേഷിക്കുന്ന 8 മത്സരങ്ങളിൽ 6 എണ്ണത്തിൽ വിജയിക്കുകയും 2 എണ്ണത്തിൽ തോൽക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ പോയിന്റ് പെർസെൻറ്റേജ് 62.96 ആകും. 7 എണ്ണത്തിൽ വിജയിച്ച് 1 എണ്ണത്തിൽ പരാജയപ്പെട്ടാൽ 68.52% ഫിനിഷ് ചെയ്യാം. നേരിടാനുള്ളത് കിവീസിനെയും ഓസീസിനെയും ആയതുകൊണ്ട് തന്നെ ഫൈനൽ പ്രവേശം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്.